ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലവ് സ്കൗട്ട് എന്ന് പറയുന്ന ഒരു പുതിയ കൊറിയൻ ഡ്രാമയാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ ഹീറോയിനായ കാങ് ജിയുണിനെ കാണിച്ചിട്ടാണ് ഈ ഒരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പീറ്റർ വോൺ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇവിടെ ആലോചിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. കാങ് ഈ ആലോചിക്കുന്ന പീറ്റർ വോൺ എന്ന് പറയുന്ന ആൾ ഒരു റേസിംഗ് ടീമിൻ്റെ ഹെഡ് ഡിസൈനറാണ്. മുൻപ് ഒരുപാട് അവാർഡ്സും പ്രൈസസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഡിസൈൻസിന് കിട്ടിയിട്ടുണ്ട്. ഓട്ടോ ഡിസൈൻ അവാർഡിൻ്റെ യങ്ങസ്റ്റ് റെസിപ്പിയൻ്റ് ആണ് കേട്ടോ ഈ പീറ്റർ വോൺ. ലാസ്റ്റായിട്ട് ഇദ്ദേഹം വിക്ടറി നേടിയിട്ടുള്ളത് ഒരു 15 വർഷം മുൻപാണ്. ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള ഒരാളാണ് ഈ പീറ്റർ വോൺ. അങ്ങനെ ഈ പീറ്റർ വോണിൻ്റെ ഒരു റെസ്യൂമി തന്നെ ഇവളുടെ കയ്യിലുണ്ട്. അങ്ങനെ റേസിംഗ് നടക്കുന്ന സർക്യൂട്ടിലേക്കാണ് കേട്ടോ ഇവളി പോകുന്നത്. എന്തിനാണ് പീറ്റർ വോണിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാങ്ങിൻ്റെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ് ഹണ്ടേഴ്സ് കമ്പനിയാണ്. അതായത് വേറെ കമ്പനികൾക്ക് അവർക്ക് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിനെ, എംപ്ലോയീസിനെ ഇവർ കണ്ടുപിടിച്ച് നൽകും. അങ്ങനെ വേറൊരു കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആണ് ഈ പീറ്റർ വോൺ. പീറ്റർ വോണിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സെറ്റാക്കി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പുതിയ കമ്പനിയിലേക്ക് മാറ്റണം. പീറ്റർ വോണിനാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ജനസ് മോട്ടോഴ്സിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്കോ വേറൊരു കമ്പനിയിലേക്കോ മാറാൻ തീരെ താല്പര്യവുമില്ല. അപ്പോൾ നമ്മുടെ കാങ് ഇയാളോട് പറയാണ്, ഇപ്പോൾ ഇയാൾ വർക്ക് ചെയ്യുന്ന ഈ ഒരു കമ്പനി, അതായത് ജനസ് മോട്ടോഴ്സ് എന്ന കമ്പനി, അത് അധികം വൈകാതെ തന്നെ ഈ റേസിംഗ് ഇൻഡസ്ട്രിയിൽ നിന്ന് പിൻപോട്ട് പോകും. റേസിംഗ് ഇൻഡസ്ട്രിയിൽ അവർക്ക് തുടരാൻ തീരെ താല്പര്യമില്ല. മാത്രമല്ല നിങ്ങളോടും വൈകാതെ തന്നെ റിസൈൻ ചെയ്യാനും പറയും. അതിനുള്ള പ്രഷറൊക്കെ ഓൾറെഡി എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്ന് പറയാണ് കേട്ടോ. നമ്മുടെ കാങ്ങിൻ്റെ കമ്പനിയുടെ പേര് പീപ്പിൾസ് എന്നാണ്. പുതിയ ജോബ് ഓഫറിൻ്റെ കാര്യമൊക്കെ പീറ്ററിനെ അറിയിക്കുകയാണ്. പീറ്ററിനെ കൺവിൻസ് ചെയ്യുകയാണ് ആ പുതിയ കമ്പനിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. പീറ്റർ ചെയ്യാൻ പോകുന്ന ഡിസൈനിൻ്റെ മേലെയുള്ള കംപ്ലീറ്റ് ലിബർട്ടിയും അതോറിറ്റിയും പീറ്ററിന് തന്നെ ഉണ്ടാവും. ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം. പീറ്ററാണ് പണ്ട് എയ്റോ ഡൈനാമിക് ഡിസൈൻ റേസിംഗ് കാറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനന്ന് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ആ ഗ്ലോറി ഇന്ന് ഇയാൾക്കില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ ഇയാൾക്കുള്ള വാല്യൂ ഒക്കെ കുറഞ്ഞു വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിലാണ് നമ്മുടെ കാങ് ഒരു പുതിയ ഓഫറായിട്ട് ഇയാളുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് കാങ് പറയാണ്, ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കിട്ടണമെന്നുമില്ല. ഞാൻ എന്തായാലും നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാങ് അവിടെ നിന്ന് പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് പുതിയൊരു കാറായ പമിർ 30 എന്ന് പറയുന്ന ഒരു ഫാമിലി കാറിൻ്റെ ലോഞ്ച് ഡേ ആണ് കേട്ടോ. ഡിസൈൻ്റെ ഹെഡ് ഡിസൈനർ എന്ന് പറയുന്നത് പീറ്റർ വോൺ ആണ്. മാത്രമല്ല ന്യൂസിലും മീഡിയയിലൊക്കെ ഇത് വലിയൊരു വാർത്ത തന്നെയാണ് കേട്ടോ. അതായത് ഹാങ്കുക്ക് മോട്ടോഴ്സിൻ്റെ പുതിയ മോഡൽ റിലീസായി. പുതിയ ലൈൻ EV വന്നിരിക്കുകയാണ്, പമിർ 30. ഈ ലോഞ്ചൊക്കെ കണ്ടിട്ട് അവിടെ തന്നെ നമ്മുടെ ഹീറോയിനും ഇരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയിൻ്റെ ഓഫർ ഇയാൾ സ്വീകരിച്ചു. പുതിയ കമ്പനിയായ ഹാങ്കുക്ക് മോട്ടോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സീനിൽ നമ്മുടെ കാങ് ഒരു ഷോയിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷോയിലത്തെ ഗസ്റ്റാണ് നമ്മുടെ കാങ്. പീപ്പിൾസ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ് കാങ്. അതുകൊണ്ട് തന്നെ കാങ്ങിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എംപ്ലോയീസിനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മെയിൻ ക്രൈറ്റീരിയ എന്ന്. പിന്നെ കാങ് പറയുന്ന മറുപടി ഓഡിയൻസിന് ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാങ് പറയുന്നത്, സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അവരുടെ കമ്പനി കൊടുക്കുന്ന ക്യാഷിന് വേർത്ത് ആണോ എന്നാണ് ഞാൻ നോക്കാറുള്ളത് എന്നാണ് പറയുന്നത്. അതായത് ഒരു കമ്പനി ഒരു സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സാലറിക്ക് അനുസരിച്ചുള്ള വർക്ക് അയാൾ ചെയ്യുന്നുണ്ടോ എന്ന്, അതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറയുകയാണ്. ഓഡിയൻസിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, വേർത്ത് നോക്കുന്നത് ഒരു വൾഗർ ആയിട്ടുള്ള കാര്യമല്ലേ, എല്ലാവർക്കും ഒരേപോലെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കാങ് പറയുകയാണെങ്കിൽ നമുക്ക് വേർത്ത് ഇല്ലാതെ നമ്മൾ വെറുതെ സാലറി വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു ക്രൈമാണ്. എനിക്കെന്തായാലും ഒരു ക്രിമിനൽ ആവാൻ താല്പര്യമില്ല. അപ്പോൾ ബാഡോ വൾഗറോ ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ബെറ്റർ എന്നാണ് പറയുന്നത്. അങ്ങനെ ഷോയും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ നേരെ കാറിൽ പോയി കയറുകയാണ് കേട്ടോ. എന്നിട്ട് ഡ്രൈവറോട് പറയേണ്ടത് വേഗം ഓഫീസിലേക്ക് പോകാൻ. എന്നിട്ട് അവൾ സ്വയം പറയുന്നുണ്ട്, ബൂമായത് കൊണ്ടിരിക്കുന്ന, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ CEO ഇരിക്കുക പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അത്. അപ്പോഴാണ് ഡ്രൈവർ ചോദിക്കുന്നത്, അല്ല മാം നിങ്ങൾ ആരാന്ന്. മാത്രമല്ല ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് വേറൊരാളും കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് ഇവൾ ദേ വണ്ടി മാറി കയറിയിരിക്കുകയാണ്, ഇവളുടെ കാറല്ലാതെ. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ഇവളുടെ ഓഫീസിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ വരുന്നത് ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. CEO എന്നാണ് കേട്ടോ ആ ഒരു ലേഡിയുടെ പേര്. CEO പറയാണ്, ഡെയിലി കയറുന്ന വണ്ടി എങ്ങനെയാണ് മാറിപ്പോകുന്നത്, നിങ്ങൾ എല്ലാ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ മറക്കാതെ ഓർത്ത് വയ്ക്കുന്നുണ്ടല്ലോ, ഇതും അതുപോലത്തെ ഒരു കാര്യം തന്നെയല്ല, എന്നാലും ഡെയിലി കയറുന്ന വണ്ടിയൊക്കെ മാറിപ്പോകുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. കാങ് പറയുന്നുണ്ട്, ഞാനൊരു സെക്രട്ടറിനെ ശരിയാക്കാൻ പറഞ്ഞിട്ട് നിനക്കിതുവരെ പറ്റിയില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ CEO പറയാണ്, കിട്ടാഞ്ഞിട്ടും വരാഞ്ഞിട്ടും അല്ലല്ലോ, വരുന്നവരൊക്കെ പോവുമല്ലേ ഇവിടെ നിന്ന്. അങ്ങനെ രണ്ടുപേരും അവരുടെ ഓഫീസായ പീപ്പിൾസിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഒരുപാട് എംപ്ലോയീസും സ്റ്റാഫൊക്കെ വരുന്നുണ്ട്. കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇവളങ്ങനെ ഇവളുടെ ക്യാബിനിലേക്ക് ഓഫീസിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ.
ഇങ്ങൻ്റെ ഓഫീസിലാണെങ്കിൽ ഒരുപാട് ഫയൽസും ഡോക്യുമെൻറ്റ്സൊക്കെ അലങ്കോലമായിട്ടാട്ടോ കിടക്കുന്നത്. കീബോർഡ് വരെ അവൾ ഒരുപാട് തപ്പി പിടിച്ചിട്ടാണ് ഫയൽസിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. അവിടുത്തെ 2-3 സ്റ്റാഫ് പറയുന്നത് ഡാനിയൽ അപ്ലൈ ചെയ്ത MD പൊസിഷൻ സ്പ്രിംഗ് അപ്പാരലിൻ്റെ ഓക്കെ ആയി അവനത് കിട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരുടെ വേറൊരു പ്രൊജക്റ്റും ഇവർ സക്സസ്ഫുള്ളി തീർത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. പീപ്പിൾസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഒരു ഹെഡ് ഹണ്ടിങ് കമ്പനിയാണ്. അതായത് വേറൊരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്കോ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയീനെ ആവശ്യമുണ്ടെങ്കിൽ പീപ്പിൾസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയീനെ സെറ്റാക്കും. അങ്ങനെ ഇവരുടെ ക്ലയൻറ്റ് ആവശ്യപ്പെട്ട അതേ ഒരു കാൻഡിഡേറ്റിനെ ഇവർ സെറ്റാക്കി കൊടുത്തു. ആ ഒരു കാൻഡിഡേറ്റിൻ്റെ പേരാണ് ഡാനിയൽ. അതെ, ആ പ്രൊജക്റ്റ് കഴിഞ്ഞു. ഇവൾ ആ ഫയൽ അങ്ങ് വലിച്ചെറിയാണ് കേട്ടോ. എന്നിട്ട് അടുത്ത വർക്ക് എടുക്കുകയാണ് കേട്ടോ. ഇനി ഈ റെസ്യൂമിലുള്ള യാങ് എന്ന് പറയുന്ന ആളെ വേറൊരു കമ്പനിയിലേക്ക് മാറ്റണം. യാങ് ആണെങ്കിൽ ഹൻസു എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഈ യാങ്ങിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പുതിയൊരു കമ്പനിയിലേക്ക് മാറ്റണം. നമ്മുടെ കാങ് ഈ യാങ് എന്ന് പറയുന്ന ആളുടെ എല്ലാ ഡീറ്റെയിൽസും റെസ്യൂമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുകയാണ് കേട്ടോ. യാങ് ആണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ് അയാളുടെ കരിയറെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് ആ കമ്പനിയിൽ തന്നെയാണ് നിൽക്കുന്നത്. സെമി കണ്ടക്ടർ ഡിവൈസ് ടീമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അതേ കമ്പനിയുടെ അതായത് ഹൻസു ഇലക്ട്രോണിക്സിൻ്റെ ലീഡാണ് വയർലെസ് ടീമിൻ്റെ. ഇതേ സമയം ഹൻസു ഇലക്ട്രോണിക്സിൻ്റെ CEO ഈ മിസ്റ്റർ യാങ് എന്ന് പറയുന്ന ആൾ ഇവരുടെ കമ്പനി വിട്ട് പോവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കൂടെ നിൽക്കുന്ന ആൾ അതായത് ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പറയുന്നത് നമുക്കിത് മിസ്റ്റർ യുവിനെ ഏൽപ്പിച്ചാലോ എന്ന്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ജോളി ആയിട്ട് നടന്നു വരുന്ന ഒരു ആളെ കാണിച്ചുകൊണ്ടാട്ടോ. ഇവനാണ് മിസ്റ്റർ യു. ഇവിടെ നടക്കുന്നത് മിസ്റ്റർ യുവിൻ്റെ ഫ്രണ്ടാണ്. യു ആണെങ്കിൽ യാങ്ങിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യാങ്ങിൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ യാങ്ങിനെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ കൺവിൻസ് ചെയ്യണം. പക്ഷേ യാങ് ആണെങ്കിൽ അന്ന് ലീവാണ് കേട്ടോ. അപ്പോൾ യാങ്ങിൻ്റെ ടൈമും കലണ്ടറൊക്കെ നോക്കുമ്പോൾ യാങ് ഇന്ന് ലീവാണ്. അപ്പോൾ എവിടെയാണ് പോയിന്ന് ഏകദേശം ഒരു ഐഡിയ ഇവന് കിട്ടുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവൻ്റെ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. എന്നിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് വീണ്ടും അവിടെ നിന്ന് പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊണാസ്ട്രി പോലത്തെ ഒരു പ്ലേസ് ആട്ടോ കാണിക്കുന്നത്. ഒരുപാട് നടന്നിട്ട് വേണം ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാറൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, സ്റ്റെപ്സ് വഴി കയറണം. യാങ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കാങ്ങിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ജിയൂൺ നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. യാങ് ആണെങ്കിൽ 22 വർഷമായി ഈ ഹൻസു ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവന് ഇവിടെ നിന്ന് വിട്ടുപോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജിയൂൺ അതായത് മിസ് കാങ് ഇവനോട് പറയുകയാണ് നമ്മൾ ഓൾറെഡി ഹൻസു ഇലക്ട്രോണിക്സിൻ്റെ പ്രൊമോഷൻസ് എന്നൊക്കെ കണ്ടു. അവർക്ക് ഫ്യൂച്ചറിൽ ഹാർഡ്വെയർ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അധികം താല്പര്യമൊന്നുമില്ല. മാത്രമല്ല ഞാനിപ്പോൾ പറയുന്ന ക്ലയൻറ്റ് അതായത് ഒരു പുതിയ ഓഫറായിട്ടാണല്ലോ വന്നിരിക്കുന്നത് ജോബിൻ്റെ. ആ ഒരു ക്ലയൻറ്റ് ആ ഒരു കമ്പനി യാങ്ങിൻ്റെ റിസർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു കമ്പനിയാണ്. എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും ആ കമ്പനി നിങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് യാങ്ങിന് കാങ് ആ ഡോക്യുമെൻ്റ് കൊടുക്കുകയാണ് കേട്ടോ. തീരുമാനം നിങ്ങളുടേതാണ്, എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ജിയുടെ കയ്യിൽ നിന്ന് യാങ് ഈ ഡോക്യുമെൻ്റ് വാങ്ങുമ്പോഴേക്കും യു അവിടേക്ക് ഓടിക്കതച്ചെത്തുകയാണ് കേട്ടോ. യു എന്നിട്ട് യാങ്ങിനോട് പറയാണ് ഇടയ്ക്ക് കയറിയാൽ ക്ഷമിക്കണം, നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ സംസാരം കഴിയുമ്പോൾ എനിക്ക് കൂടി സംസാരിക്കാനുള്ള ഒരു അവസരം യാങ് എനിക്ക് തരണം എന്ന് പറയാണ്. യാങ് ആണെങ്കിൽ രണ്ടുപേരുടെ ഇടയിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അധികം ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. യു ആണെങ്കിൽ നമ്മുടെ മിസ് കാങ്ങിന് അവൻ്റെ വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. യു ആണെങ്കിൽ ഹൻസു ഇലക്ട്രോണിക്സിലത്തെ HR ടീം മാനേജറാണ്. അപ്പോൾ യാങ് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കാനോ കേട്ടോ യുവിനോട്. അപ്പോൾ യു പറയുന്നുണ്ട് അത് നിങ്ങളെപ്പോഴും സ്ട്രെസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷനൊക്കെ എടുക്കണമെന്ന് വരുമ്പോൾ നിങ്ങൾ ഇവിടേക്കല്ല വരാറ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയാണ്. പറഞ്ഞിട്ട് യു അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ട്. യാങ് ആണെങ്കിൽ ജിയുനോട് പറയുന്നുണ്ട് നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ യുവിനോട് പറയുന്നുണ്ട് നമുക്ക് ഓഫീസിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന്. അതും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ, ടൈമൊക്കെ നോക്കിയിട്ട്. യാങ് പോയതിന് ശേഷം മിസ്റ്റർ യുവും മിസ് കാങ്ങും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് യാങ്ങിന് ഞങ്ങളുടെ കമ്പനിയോട് ഒരു പ്രത്യേക അഫെക്ഷൻ ഉണ്ട്, സാലറി മാത്രമല്ല അങ്ങേർ നോക്കുന്നതെന്ന് പറയാണ്. കാങ്ങും പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അദ്ദേഹത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലവും നിങ്ങൾ കൊടുക്കണം. കമ്പനീസൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് ഉണ്ടാവും, പീപ്പിൾ നിങ്ങളെ റെക്കഗ്നൈസ് ഒക്കെ ചെയ്തു തുടങ്ങും എന്ന് പറയാണ്. പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെയാണ് സ്റ്റോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്, മോഷ്ടിക്കാൻ ശ്രമിച്ചത്. കാങ് ഇവനോട് പറയുന്നുണ്ട് ആ കമ്പനിയിൽ ഇൻഡിവിജ്വൽ വർക്കറിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല, അത് വൈകാതെ തന്നെ നിനക്കും മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് തിരിച്ചു നടക്കുകയാണ് കേട്ടോ. ഓൾറെഡി ഇവർ മീറ്റ് ചെയ്തത് ഈവനിങ് ആയിരുന്നു. ഈ തിരിച്ചു നടക്കാൻ ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവുകയാണ് കേട്ടോ. ഫ്ലാഷൊക്കെ വെച്ചിട്ടാണ് രണ്ടുപേരും നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മിസ് കാങ്ങിൻ്റെ ഫ്ലാഷൊക്കെ ഓഫ് ആവുകയാണ്.
യു ആണെങ്കിൽ ഇവളുടെ കുറച്ച് ബാക്കിലായിട്ടാണ് നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ ഒരുപാട് ശ്രദ്ധിച്ച് ഓരോ കാല് വെക്കുന്നതും അതുപോലെ തന്നെ ഫ്ലാഷ് ഓഫ് ആവുന്നതൊക്കെ ഇവൻ കണ്ടിരുന്നു. കുറച്ച് നേരത്തെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ചെറിയൊരു ആർഗ്യുമെന്റ് ഒക്കെ നടന്നിരുന്നു. എങ്കിലും ഇവൻ ഇവൾക്ക് ഫ്ലാഷ് ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിലാണ് തപ്പിത്തരഞ്ഞ് രണ്ടുപേരും കൂടി താഴെ വരെ എത്തുന്നത്. താഴെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇവനോട് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അറിയാതെ പോലും നമ്മൾ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാട്ടോ അവള് പോകുന്നത്. അവൾക്കാണെങ്കിൽ അവനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല. നെക്സ്റ്റ് സീനിൽ മിസ്റ്റർ യാങ് അദ്ദേഹം ഡെയിലി പോകാറുള്ള ഒരു ഹോട്ടൽ ഒരു ബാറിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ഡെവലപ്പേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഈ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ യാങ് ഒരുപാട് ഹാപ്പി ആവുകയാണ് കേട്ടോ. ഇതൊക്കെ അറേഞ്ച് ചെയ്തത് നമ്മുടെ യു ആണേ. അങ്ങനെ ഡിന്നറും പരിപാടിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ യുവും മിസ്റ്റർ യാങ്ങും കൂടി പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ യുവിൻ്റെ കയ്യിൽ ഇപ്പോഴും യു ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാങ് ഫസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ്. അതാണെങ്കിൽ 8 വർഷത്തെ പഴക്കമുണ്ട്. ഫോണിന് ഒരുപാട് വേർഷൻസ് ഒക്കെ ഉണ്ട്. ഇനിയും ഒരുപാട് വേർഷൻസ് ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ടാണ് യാങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടോ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ യാങ് വർക്ക് ചെയ്യുന്ന ഹൻസു ഇലക്ട്രോണിക്സിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ യാങ് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് തിരക്കിലാണ്, എൻ്റെ മകന് ഇന്നൊരു ഗെയിം ഉണ്ട്, അപ്പോൾ എനിക്കത് കാണാൻ പോകണം, തിരക്കിലാണെന്ന് പറയുമ്പോൾ ഇവൾ പറയാം എന്താ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, നമുക്ക് അതിനിടയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കാമല്ലോ എന്ന് പറയാണ് കേട്ടോ. യാങ് എന്നിട്ട് യാങ്ങിന് അവളുടെ ആ ഒരു ജോബ് ഓഫർ ഇവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവനത് തുറന്ന് നോക്കുമ്പോഴേക്കും ഒരു മെസ്സേജ് വരികയാണ് കേട്ടോ. അപ്പോൾ അത് ഇവൻ്റെ മകൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. മകനാണെങ്കിൽ ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ അച്ഛന്. അതായത് അച്ഛൻ്റെ ടീം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒരുപാട് സ്നാക്സ് ഒക്കെ കൊടുത്തയച്ചില്ലേ, അതൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഇഷ്ടമായി, താങ്ക് യു അച്ഛാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യൂട്ട് വീഡിയോ ആണ് കേട്ടോ മകൻ അയച്ചിരിക്കുന്നത്. മാത്രമല്ല യു അങ്കിളിനും ഈ പിള്ളേരൊക്കെ താങ്ക്സ് പറയുന്നുണ്ട്. അതായത് നമ്മുടെ മിസ്റ്റർ യുവിനാണ് ഇവർ താങ്ക്സ് പറയുന്നത്. ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ സോക്കർ ഗെയിം നടക്കുന്ന ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ ടീം ഒരുപാട് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് ഇവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവൻ്റെ മകൻ. നമ്മുടെ കാങ്ങിനാണെങ്കിൽ കാറിൽ ഇരുന്ന് തന്നെ കാര്യമൊക്കെ മനസ്സിലായി. അതായത് ഇവൻ ഇതൊക്കെ അറേഞ്ച് ചെയ്തതാണെന്ന് ഇവൾക്ക് മനസ്സിലാവുകയാണ്. യാങ് ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഇവൾ കൊടുത്ത ആ ഒരു ജോബിൻ്റെ ഓഫർ ലെറ്റർ ഇവൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ജോബിലേക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യാണ്. അങ്ങനെ യാങ്ങിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ മിസ്റ്റർ യു അതുപോലെ തന്നെ യുവിൻ്റെ കോവർക്കേഴ്സ് എല്ലാവരും കൂടി ഒരു ബാറിൽ കുറച്ച് ബിയറൊക്കെ അടിച്ച് ചില്ല് ചെയ്യാനിരിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇവനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്, ഇവൻ്റെ എഫേർട്ടിനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ് എല്ലാവരും. അപ്പോഴാണ് ഇവരുടെ ഹെഡ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് അങ്ങേര് പറയുന്നുണ്ട്, അല്ല എന്തിനാ ഒരാളെ മാത്രം അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ഒരുപോലെ തന്നെ പങ്കുണ്ട്. നിങ്ങൾ ഈ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന യു ഇതിലൊന്നും തന്നെ ചെയ്തിട്ടില്ല, കമ്പനി ആവശ്യത്തിന് സാലറി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങേര് നിന്നു. നിങ്ങൾ ബാക്കിയുള്ളവരുടെ എഫോർട്ടൊക്കെ ഇതിലുണ്ട്, അല്ലാതെ ഇവൻ എന്താ അതിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവനെ ഒരുപാട് താഴ്ത്തി പറയാണ്. എല്ലാവരോടും പറയുന്നുണ്ട് എന്തായാലും അങ്ങേര് തിരിച്ചു വന്നല്ലോ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങേര് എല്ലാവർക്കും ബിയർ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അവരുടെ ഗ്ലാസ്സിലൊക്കെ. ഈ ഹെഡാണെങ്കിൽ എല്ലാവരുടെ ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ യുവിൻ്റെ ഗ്ലാസ്സിൽ ഒഴിക്കുക. യുവിനോട് ഭയങ്കര ദേഷ്യമുള്ള പോലെയാണ് കേട്ടോ ബിഹേവ് ചെയ്യുന്നത്. യുവിന് പെട്ടെന്ന് ചെറിയ വിഷമമൊക്കെ വരുന്നുണ്ടെങ്കിലും ആ വിഷമമൊക്കെ മാറ്റി നിർത്തിയിട്ട് അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഹെഡിനോട് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഒഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ബിയർ ബോട്ടിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഹെഡിന്. ഇങ്ങേരാണെങ്കിൽ യു ഒഴിച്ചു കൊടുത്ത ആ ഗ്ലാസ് അങ്ങനെ അങ്ങ് മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു വേറൊരു ഗ്ലാസ് എടുത്തിട്ട് വേറൊരു സ്റ്റാഫിന് കൊടുക്കുകയാണ്. എന്നിട്ട് അയാളാണ് ഈ ഹെഡിന് ഒഴിച്ചു കൊടുക്കുന്നത്. ടീം മെമ്പേഴ്സ് എല്ലാവരും വിചാരിക്കുന്നുണ്ട്, അല്ല ഇയാളെന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന യുവിനോട് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും എതിർത്ത് പറയാനുള്ള ധൈര്യമൊന്നും ആർക്കുമില്ല. അങ്ങനെ ദേ ബാറിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഹെഡ് കാറിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യുവിൻ്റെ ഫ്രണ്ടും കൂട്ടിയിട്ടാണ് ഇവനെ കാറിൽ കയറ്റുന്നത്. ഹെഡ് എന്നിട്ട് യുവിനോട് പറയാണ്, ഞാൻ നിന്നോട് അൺഫെയറായി ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ, നീ എന്നോട് ആരാ തിരിച്ചു വരാൻ പറഞ്ഞേ, തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നിനക്ക് അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. യു ആണെങ്കിൽ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് ഓൾറെഡി ലേറ്റായി, ഇനി എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് യുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ടാബിൽ ഒരു ചിത്രമൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡീനെയാണ് കേട്ടോ കാണിക്കുന്നത്. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ സമയമൊക്കെ നോക്കുമ്പോൾ 10 മണി ആയിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കോളിംഗ് ബെല്ലും കേൾക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ ശരിയാക്കിയിട്ട് പോയി ഡോർ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മുടെ യു ആണ് അകത്തേക്ക് കയറി വരുന്നത്. നിൽക്കുന്ന പെൺകുട്ടിയാണ് ബിയോൾ, നമ്മുടെ യുവിൻ്റെ മകളാണ് കേട്ടോ ബിയോൾ. ആൺകുട്ടി നമ്മുടെ ബിയോളുടെ ഫ്രണ്ടാണ്. നമ്മുടെ യു വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് വരെ ബിയോള് ഈ ഒരു ആൺകുട്ടിയുടെ വീട്ടിലാണ് കേട്ടോ ഇരിക്കുക. ഇവനാണെങ്കിൽ നമ്മുടെ ബിയോളിൻ്റെ ഫ്രണ്ടിനും ഫാമിലിക്കും കഴിക്കാൻ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇവനില്ലാത്തപ്പോൾ ബിയോളിനെ നോക്കുന്നത് അവരാണല്ലോ, അതുകൊണ്ട്. അവിടുത്തെ ഗ്രാൻഡ് മീം ഇവനും നമ്മുടെ ബിയോളിനും കഴിക്കാൻ വേണ്ടി കുറച്ച് ഫുഡൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്.